Hi students, welcome to today's chemistry class, Thermodynamics. Last part ആണ് തെർമോഡൈനാമിക്സിന്റെ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എൻട്രോപ്പിയെയും ഗിബ്സ് എനർജിയെ പറ്റിയാണ്. എൻട്രോപ്പിയെയും ഗിബ്സ് എനർജിയെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് നോക്കണം. സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ കാണപ്പെടുന്ന റിയാക്ഷൻസ്. അവിടുത്തെ സ്പോണ്ടേനിയസ് റിയാക്ഷൻ കെമിക്കൽ ഓർ ബയോളജിക്കൽ റിയാക്ഷൻ ആണ് that take place without the influence of any external factor. Without the influence of any external factor. ഇപ്പം നമുക്കറിയാം ഒരു വെള്ളച്ചാട്ടം അതിൻ്റെ ആ ഫ്ലോ മുകളിൽ നിന്ന് താഴോട്ട് ഒഴുകുന്നു. അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിനകത്ത് അത് നാച്ചുറലായിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. ആരെങ്കിലും മുകളിൽ നിന്ന് വെള്ളം കോരി താഴോട്ട് ഒഴിക്കുന്നതല്ല. എന്നാൽ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് വീടുകളിൽ മോട്ടർ അടിച്ച് നമ്മൾ ടാങ്കിലോട്ട് വെള്ളം മുകളിലോട്ട് കയറ്റും അല്ലേ, അതൊരു നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. വെള്ളം മുകളിലോട്ട് കയറണമെങ്കിൽ നമുക്കവിടെ കറണ്ടിന്റെ സഹായത്തോടു കൂടിയാണ് അതും ചെയ്യുന്നത്. അതായത് എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായത്തോടു കൂടി ഒരു പ്രോസസ്സ് നടത്തുകയാണെങ്കിൽ അതാണ് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു എക്സാമ്പിൾ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. സ്പോണ്ടേനിയസ് പ്രോസസ്സ് നാച്ചുറലായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം, അതുപോലെ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ് മോട്ടർ അടിച്ച് നമ്മൾ മുകളിലേക്ക് ടാങ്കിന്റെ മുകളിലോട്ട് വെള്ളം കയറ്റുന്നത്, അതൊരു നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കാം. സ്പോണ്ടേനിയസ് പ്രോസസ്സ് കെമിക്കൽ ഓർ ബയോളജിക്കൽ റിയാക്ഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് വിത്തൗട്ട് ദ ഇൻഫ്ലുവൻസ് ഓഫ് എനി എക്സ്റ്റേണൽ ഫാക്ടർ. എന്നാൽ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ chemical or biological reaction that cannot take place without the influence of any external factor. Okay, ഇത് ഓർത്തിരിക്കുക. ഇവിടെ സ്പോണ്ടേനിയസ് റിയാക്ഷനകത്ത് വരുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് എൻട്രോപ്പിയും ഗിബ്സ് ഫ്രീ എനർജി. ഈ എൻട്രോപ്പിയും ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക്സിനകത്തെ രണ്ട് ഫങ്ഷൻസ് ആണ്. സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് ഫേവർ ഇൻക്രീസിംഗ് the entropy while decreasing the enthalpy of a thermodynamic system. ഒരു പുതിയ ടേമാണ് എൻട്രോപ്പി. ഈ എൻട്രോപ്പി സ്പോണ്ടേനിയസ് റിയാക്ഷനകത്ത് ഇൻക്രീസ് ചെയ്യുന്നു. നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് ഡു നോട്ട് ഫേവർ ഇൻ ഇൻക്രീസിംഗ് എൻട്രോപ്പി ഓർ ഡിക്രീസിംഗ് എൻതാൽപ്പി അറ്റ് നോർമൽ കണ്ടീഷൻസ്. തെർമോഡൈനാമിക്കിന്റെ പലതരത്തിലുള്ള വേരിയബിൾസ് ആണ് ഈ എൻട്രോപ്പി എന്ന് പറയുന്നതും. എൻതാൽപ്പിയെ പറ്റി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. എൻതാൽപ്പി, ഇന്റേണൽ എനർജി ഒക്കെ നമ്മൾ പഠിച്ചു. ഇവിടെ പുതിയൊരു ടേം വരുവാണ് എൻട്രോപ്പി. അതുപോലെ അടുത്ത ടേമാണ് ഗിബ്സ് ഫ്രീ എനർജി. ദ ഗിബ്സ് ഫ്രീ എനർജി ഓഫ് എ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഇസ് നെഗറ്റീവ് വാല്യൂ. ഗിബ്സ് ഫ്രീ എനർജിയുടെ വാല്യൂ എപ്പോഴും സ്പോണ്ടേനിയസ് റിയാക്ഷനകത്ത് നെഗറ്റീവ് ആയിരിക്കും. നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷനകത്ത് ദ ഗിബ്സ് ഫ്രീ എനർജി ഓഫ് എ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഇസ് എ പോസിറ്റീവ് വാല്യൂ. ഓർത്തിരിക്കുക, സ്പോണ്ടേനിയസ് റിയാക്ഷനകത്ത് ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുന്ന ഫംഗ്ഷന്റെ സൈൻ നെഗറ്റീവ് ആയിരിക്കും. എന്നാൽ നോൺ സ്പോണ്ടേനിയസ് അകത്ത് ഗിബ്സ് ഫ്രീ എനർജി പോസിറ്റീവ് ആയിരിക്കും. നമ്മളിവിടെ മനസ്സിലാക്കുന്നത് സ്പോണ്ടേനിയസ് റിയാക്ഷനും നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷനെ പറ്റിയാണ്. കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കാം. സ്പോണ്ടേനിയസ് ഐസ് മെൽറ്റിംഗ് അറ്റ് റൂം ടെമ്പറേച്ചർ. നിങ്ങൾക്കറിയാം ഐസ്ക്രീം അല്ലേ, ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി ലിക്വിഡായി പോകുന്നു അല്ലേ. അത് നമ്മൾ ഫ്രീസറിനകത്ത് വെച്ചാലേ ഉള്ളൂ ഐസ്ക്രീം അല്ലെങ്കിൽ ഐസ് അതുപോലെ തന്നെ നിൽക്കത്തുള്ളൂ. ഇനി നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ വാട്ടർ ഫ്രീസിങ് അറ്റ് റൂം ടെമ്പറേച്ചർ, അതൊരു നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷനാണ്. സാധാരണഗതിയിൽ എന്താണ് വാട്ടർ ഫ്രീസസ് അറ്റ് റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷനാണ്. ഇനി സ്പോണ്ടേനിയസ് റിയാക്ഷന് വേറെ 2-3 എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. ഒരു ബോള് ഒരു കുന്നിൽ നിന്ന് ബോള് താഴോട്ട് വിട്ടാൽ അതെന്താണ്? സ്പോണ്ടേനിയസ് ആയിട്ട് താഴോട്ട് അത് പോകുന്നു. അതൊരു സ്പോണ്ടേനിയസ് റിയാക്ഷനാണ്. എന്നാൽ ആ ബോള് തിരിച്ച് മുകളിലോട്ട് മല കയറുമോ തന്നെ? അതിൽ എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായമില്ലാതെ ആ ബോളിനെ നമുക്ക് മുകളിലോട്ട് കയറ്റാൻ സാധിക്കത്തില്ല. ബോൾ റോളിംഗ് അപ് ഹിൽ എന്ന് പറയുന്നത് നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ്. നിങ്ങൾ സ്പോണ്ടേനിയസ് റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷന് എളുപ്പമുള്ള എക്സാമ്പിൾ ആണ് നമുക്കിത്. എ ബോൾ റോളിംഗ് ഡൗൺ ഹില്ല് സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. നോൺ സ്പോണ്ടേനിയസ് എ ബോൾ റോളിംഗ് അപ്പ് ഹില്ല്, മുകളിലോട്ട് കയറ്റുന്നത് ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായം ഇല്ലാതെ അവിടെ നടക്കത്തില്ല. അങ്ങനെ എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായത്തോടു കൂടി നടക്കുന്ന പ്രോസസ്സിനെയാണ് നോൺ സ്പോണ്ടേനിയസ് എന്ന് പറയുന്നത്.
Sodium metal reacting violently with water to producing sodium hydroxide and hydrogen gas. Sodium metal വെള്ളത്തിനകത്തിട്ടിട്ട് എന്താ സംഭവിക്കുന്നത്? ഓടി നടക്കുന്ന പോലെ ഒരു അനുഭവം അവിടെ കാണുന്നത് അല്ലേ? എന്നിട്ട് എന്താ അവിടെ ഉണ്ടാകുന്നത്? അത് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാകുന്നു. എന്നാൽ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷന് നമുക്ക് എക്സാമ്പിൾ പറയാം. സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്ടിങ് വിത്ത് ഹൈഡ്രജൻ ഗ്യാസ് ടു പ്രൊഡ്യൂസ് സോഡിയം മെറ്റൽ ആൻഡ് വാട്ടർ. അത് തിരിച്ചുള്ള റിയാക്ഷൻ, അത് എന്താണ്? നോൺ സ്പോണ്ടേനിയസ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്ടിങ് വിത്ത് ഹൈഡ്രജൻ ഗ്യാസ് ടു പ്രൊഡ്യൂസ് സോഡിയം മെറ്റൽ ആൻഡ് വാട്ടർ നോൺ സ്പോണ്ടേനിയസ് ആണ്. സ്പോണ്ടേനിയസ് പ്രോസസ് നമുക്ക് വേറൊരു ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ തുരുമ്പിക്കല്, ഇരുമ്പൊക്കെ തുരുമ്പാകുന്നത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട് അല്ലേ? ഇപ്പം മഴക്കാലത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ജലാംശം ഈർപ്പമൊക്കെ വീഴുമ്പോൾ ഇരുമ്പ് പെട്ടെന്ന് തന്നെ തുരുമ്പാകുന്നു, റസ്റ്റ് ആകും. റസ്റ്റിംഗ്, അതിന് പറയുന്ന പേരാണ് റസ്റ്റിംഗ് എന്ന് പറയുന്നത്. The rusting of iron at room temperature is a spontaneous process. Rusting of iron at a room temperature is a spontaneous process. ഇനി നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് ആണ് ഈ അയൺ, തുരുമ്പിച്ച അയൺ എന്ന് പറയുന്നത് അത് തിരിച്ച് തുരുമ്പില്ലാത്തതാകുന്നത് എന്താണ്? അത് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. കാരണം അല്ലെങ്കിൽ തുരുമ്പില്ലാതാക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഏജൻസി ഫോഴ്സ് പ്രയോഗിച്ചെങ്കിൽ മാത്രമേ തുരുമ്പിനെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കത്തുള്ളൂ. The conversion of rust back to iron metal at a room temperature is a non-spontaneous process. എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായത്തോടു കൂടി മാത്രം നടക്കുന്ന പ്രോസസ്സാണ് നോൺ സ്പോണ്ടേനിയസ്. അതുപോലെ അടുത്ത ഒരു എക്സാമ്പിൾ പറയാം. വാട്ടർ ഫ്രീസിങ് അറ്റ് -10°C. വാട്ടർ ഫ്രീസിങ് 0°C എന്നുള്ളതാണ്. ഇനി ഐസ് മെൽറ്റിംഗ് അറ്റ് -10°C എന്നുള്ള അതും എന്താണ്? നോൺ സ്പോണ്ടേനിയസ് ആണ്. -10°C വാട്ടർ ഫ്രീസിങ് എന്നുള്ള കാര്യം. എന്നിട്ട് ഇതൊക്കെ സ്പോണ്ടേനിയസും നോൺ സ്പോണ്ടേനിയസും റിയാക്ഷൻസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുകയാണ്. നമ്മളിവിടെ കാണുകയാണ് സ്പോണ്ടേനിയസ് പ്രോസസ്. ഇരുമ്പ് തുരുമ്പാകുന്നു, ഇതൊരു സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. ഓക്കെ, നാച്ചുറൽ ആയിട്ട് നടക്കുന്നു. പ്രോസസ് ദാറ്റ് ആർ സ്പോണ്ടേനിയസ് ഇൻ വൺ ഡയറക്ഷൻ. ഇനി ഇത് ഈ തുരുമ്പ് പിടിച്ച ഈ ഇരുമ്പ് ആണി അത് തുരുമ്പില്ലാത്ത അയണായി മാറണം. തുരുമ്പില്ലാത്ത സ്റ്റേജിലേക്ക് മാറണമെങ്കിൽ അത് നോൺ സ്പോണ്ടേനിയസ് ആണ്. നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ് അത് നടക്കുന്നത്. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും സ്പോണ്ടേനിയസ് പ്രോസസ്സും നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സും. Process that are spontaneous at one temperature may be non-spontaneous at other temperature. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ കാണാം. ഐസ്. ആ ഐസ് നമുക്ക് ഉരുകി വെള്ളമാകുന്നു. സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. 0°C അതിന്റെ ടെമ്പറേച്ചർ ഇവിടെ സ്പോണ്ടേനിയസ് ആ റിയാക്ഷൻ നടക്കുന്ന എപ്പോഴാണ്? 0°C ടെമ്പറേച്ചർ കൂടുമ്പോൾ അത് സ്പോണ്ടേനിയസ് ആയിട്ട് ഐസ് വെള്ളമായി മാറുന്നു. ഇനി അടുത്ത ഒരു ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കണ്ടാൽ മനസ്സിലാവും. ഇത് വെള്ളം കോണിക്കൽ ഫ്ലാസ്കിനകത്ത് വെള്ളം വെച്ചിരിക്കുന്നു. ഈ വെള്ളം ഐസ് ആകുന്നു. ഈ വെള്ളം ഐസ് ആകുന്നത് ഏത് കണ്ടീഷനിലാണ്? അതിന്റെ ടെമ്പറേച്ചർ 0°C കുറവായിരിക്കുമ്പോഴാണ് ആ ഐസ് വെള്ളം എന്തായി മാറുന്നു? ഐസായി മാറുന്നു. അത് ആ ടെമ്പറേച്ചറിലാണ്. 0°C ടെമ്പറേച്ചർ കുറയുമ്പോൾ വെള്ളം ഐസായി മാറുന്നു. അതൊരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. ഓക്കെ, ഇനി ഐസ് വെള്ളമായി മാറുന്ന ടെമ്പറേച്ചർ എപ്പോഴാണ്? ടെമ്പറേച്ചർ 0°C കൂടുമ്പോൾ ഐസ് മെൽറ്റ് ചെയ്ത് ലിക്വിഡായി മാറുന്നു. അത് ആ ടെമ്പറേച്ചറിലുള്ള സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. പ്രോസസ് ദാറ്റ് ആർ സ്പോണ്ടേനിയസ് അറ്റ് വൺ ടെമ്പറേച്ചർ മേ ബി നോൺ സ്പോണ്ടേനിയസ് അറ്റ് അതർ ടെമ്പറേച്ചർ. Above 0°C it is spontaneous for ice to melt. Below 0°C the reverse process is spontaneous. Okay, ഇവിടെ നമുക്ക് സ്പോണ്ടേനിയസ് പ്രോസസ് റസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തുരുമ്പാകുന്നു, തുരുമ്പിക്കൽ. ഇതൊരു ഓക്സിഡേഷൻ പ്രോസസ്സാണ് റസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു സ്പോണ്ടേനിയസ് എക്സോതെർമിക് റിയാക്ഷൻ ആണ്, പ്രോസസ്സാണ് റസ്റ്റിംഗ്. ഐസ് മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് എൻഡോതെർമിക് പ്രോസസ്സാണ്. എൻഡോതെർമിക്കും എക്സോതെർമിക്കും ടെമ്പറേച്ചറിന്റെ വ്യത്യാസമാണത്. എക്സോതെർമിക്കും എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. റിമൂവൽ ഓഫ് ഷുഗർ ഫ്രം എ കപ്പ് ഓഫ് കോഫി, ദിസ് ഈസ് എ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്. നമുക്കറിയാം, വെള്ളത്തിലോട്ട് പെട്ടെന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് ഇളക്കുവാണെങ്കിൽ അവിടെ വെള്ളത്തിൽ ലയിച്ചു ചേർന്നു.
ഇനി റിമൂവൽ ഓഫ് ഷുഗർ ഫ്രം എ കപ്പ് ഓഫ് കോഫി, അത് നടക്കണമെങ്കിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായമില്ലാതെ അത് നടക്കത്തില്ല. ദാറ്റ് ഈസ് എ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്. ഓക്കെ, നമ്മളിവിടെ മനസ്സിലാക്കുന്നത് സ്പോണ്ടേനിയസ് പ്രോസസ്സും നോൺ സ്പോണ്ടേനിയസിന്റെ ഒക്കെ പലതരത്തിലുള്ള എക്സാമ്പിളുകളാണ്. ഇനി ഈ സ്പോണ്ടേനിറ്റി ആയിട്ട് എൻട്രോപ്പി എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, എൻട്രോപ്പി എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക്കിനകത്തെ ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. സ്റ്റേറ്റ് ഫംഗ്ഷൻ. We introduce another thermodynamic function here called entropy. Entropy എന്ന് പറയുന്നത് അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സിമ്പിൾ എസ് വെച്ചാ കേട്ടോ. എസ്. എൻതാൽപ്പി എങ്ങനെയായിരുന്നു? ക്യാപിറ്റൽ എച്ച് എൻതാൽപ്പി. ഇന്റേണൽ എനർജി യു, അല്ലെങ്കിൽ യു എന്ന് പറഞ്ഞ സിമ്പിൾ വെച്ചാണ് നമ്മൾ പഠിച്ചത്. നമ്മളിവിടെ എൻട്രോപ്പി എന്ന് പറയുമ്പോൾ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എസ് എന്ന സിമ്പിൾ കാണുമ്പോഴേ നിങ്ങൾ ഓർക്കണം അതെന്തായിരിക്കും. എസ് തെർമോഡൈനാമിക്കിനകത്ത് എൻട്രോപ്പി എന്നാണ്. The change in entropy accompanying a chemical reaction may be estimated qualitatively taking some structures in mind. A crystalline solid will have the lowest entropy. നമുക്കറിയാം 3 സ്റ്റേറ്റ് ഉണ്ട്. ആ 3 സ്റ്റേറ്റ് ഏതൊക്കെയാണ്? മെയിൻ ആയിട്ട് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അതിനകത്ത് സോളിഡിന് ക്രിസ്റ്റലൈൻ സോളിഡ് വിൽ ഹാവ് ദ ലോവസ്റ്റ് എൻട്രോപ്പി ആണ്, വേറാസ് ദ ഗേഷ്യസ് സ്റ്റേറ്റ് വിൽ ഹാവ് ദ ഹയസ്റ്റ് എൻട്രോപ്പി. നമ്മുടെ മനസ്സിലേക്ക് വരികയാണ് 3 സ്റ്റേറ്റിനകത്ത് ഏറ്റവും ലോവസ്റ്റ് എൻട്രോപ്പി ഉള്ളതാണ് ക്രിസ്റ്റലൈൻ സോളിഡിന്, ഏറ്റവും കൂടുതലായിട്ടുള്ള എൻട്രോപ്പി ഉള്ളതാണ് ഗേഷ്യസ് സ്റ്റേറ്റിന്. ഓക്കെ, എൻട്രോപ്പി ലൈക്ക് എനി അതർ തെർമോഡൈനാമിക് ഫംഗ്ഷൻ ഇൻക്ലൂഡ് ഇന്റേണൽ എനർജി. Internal energy U, enthalpy H is a state function and delta S independent of its path. Heat is added to a system. Its molecular location increases, causing randomness in the system. Thus, heat has a randomizing effect. അതായത് ഒരു നല്ല ഓർഡറിലിരുന്ന ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിനകത്തോട്ട് അതിൻ്റെ സന്തുലനാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരത്തക്ക രീതിയിൽ എന്തെങ്കിലും പാരാമീറ്റേഴ്സ് കൊടുക്കുക, അതായത് ടെമ്പറേച്ചർ കൊടുക്കുകയാണെങ്കിൽ അവിടുത്തെ സിസ്റ്റത്തിന് ഒരു വ്യത്യാസം വരുന്നു, ഓർഡർ തെറ്റുന്നു. അങ്ങനെ ഓർഡർ ഉള്ള സിസ്റ്റം ഡിസോർഡർ ആവുകയാണ്. അങ്ങനെ ആ ഡിസോർഡറിനെ അളക്കാനുള്ള ആ ഫംഗ്ഷനാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. എൻട്രോപ്പി ടെമ്പറേച്ചർ ഇസ് ദ മെഷർ ഓഫ് ആവറേജ് മോഷൻ ഓഫ് പാർട്ടിക്കിൾ ഇൻ എ സിസ്റ്റം. ടെമ്പറേച്ചറൊക്കെ മാറ്റുമ്പോൾ നമുക്ക് അവിടുത്തെ ഓർഡർ തെറ്റുന്നു. മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ഈ എൻട്രോപ്പി ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മെഷർ ഓഫ് ദ ഡിസോർഡർ ഓഫ് ദ സിസ്റ്റം ആണ്. സ്റ്റേറ്റ് ഫംഗ്ഷൻ ആകുമ്പോൾ നമുക്ക് അതിന് ഡെൽറ്റ കൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഡെൽറ്റ എസ് ദാറ്റ് ഇസ് ഈക്വൽ ടു ക്യൂ റിവേഴ്സിബിൾ ബൈ ടി. ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ്. റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് ക്യൂ റിവേഴ്സിബിൾ ബൈ ടെമ്പറേച്ചർ. ഹീറ്റ് ആഡഡ് ടു എ സിസ്റ്റം അറ്റ് ലോവർ ടെമ്പറേച്ചർ causes greater randomness than when the same quantity of heat is added to it at a higher temperature. Therefore, entropy change is inversely proportional to temperature. ഈ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓർത്തിരിക്കുക. ഡെൽറ്റ എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ റിവേഴ്സിബിൾ ബൈ ടി. എൻട്രോപ്പി ചേഞ്ച് ഇൻ എൻട്രോപ്പി ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ റിവേഴ്സിബിൾ ബൈ ടി എന്നുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക. The total entropy change for the system and surrounding of a spontaneous process is given by delta S total that is equal to delta S system plus delta S surrounding. Delta S total that is equal to delta S system plus delta S surrounding. When a system is in equilibrium, the entropy is maximum and the change in entropy delta is equal to 0. And when a system is in equilibrium, delta S എന്തായിരിക്കും? 0. Delta S 0 ആയിരിക്കും. ഇവിടെ നമുക്കറിയാം ഒരു കൺസെപ്റ്റ് പറയുകയാണ് എൻട്രോപ്പിക്ക്. നമുക്ക് ഈ പ്രകൃതിയിലെ യൂണിവേഴ്സ്, നമ്മൾ തെർമോഡൈനാമിക്കിൻ്റെ ആദ്യത്തെ പാട്ട് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു യൂണിവേഴ്സ്, സിസ്റ്റം, സറൗണ്ടിങ് എന്തെന്നൊക്കെയുള്ളത്. ഇവിടെ പ്രകൃതിയിൽ കാണപ്പെടുന്ന ദുരന്തങ്ങൾ, കലാമിറ്റീസ് എന്നൊക്കെ വരുമ്പോൾ നമുക്ക് അവിടുത്തെ ഓർഡർ തെറ്റും, പ്രകൃതിയുടെ ഓർഡർ തെറ്റുകയാണ്. സാധാരണ ഇരിക്കുന്ന നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാലാവസ്ഥ വരുമ്പോൾ എന്താണ്, അവിടെ ഒരു ഇക്വിലിബ്രിയത്തിൽ അല്ലെങ്കിൽ ഒരു സന്തുലനാവസ്ഥയിൽ പ്രകൃതി ഇരിക്കുകയാണ്. ഒരു പെട്ടെന്നൊരു പ്രളയം വരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ കടൽ തീരത്തൊക്കെ പോകുമ്പോൾ അവിടെ ഈ തിരമാലകൾ വരുന്നത് ഒരു കറക്റ്റ് ബൗണ്ടറി ഉണ്ട്, അത് കഴിഞ്ഞ് വരത്തില്ല. എന്നാൽ ഒരു സുനാമി വന്നാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്?
ആ കടൽ ശോഭിച്ച് അതിൻ്റെ തിരമാലകളൊക്കെ അടിച്ചങ്ങോട്ട് കയറുക അല്ലേ. അന്നേരം അവിടെ ഡിസോർഡർ, ഓർഡറിലായിരുന്ന പ്രകൃതി അല്ലെങ്കിൽ അവിടുത്തെ ആ സിസ്റ്റത്തിന് എന്ത് സംഭവിച്ചു, അവിടെ അത് ഡിസോർഡറായി മാറി. എന്നാൽ നമ്മളിവിടെ എൻട്രോപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ മെഷർ ഓഫ് ഡിസോർഡർ, മെഷർ ഓഫ് ഡിസോർഡർ എന്നാണ് ഓർക്കേണ്ടത്. ഡിസോർഡറും എൻതാൽപ്പിയൊക്കെ അവിടെ റിലേഷനിലുണ്ട്, എൻതാൽപ്പി തമ്മിൽ. ഇവിടെ സ്പോണ്ടേനിയസ് പ്രോസസ് ആർ ദാറ്റ് ക്യാൻ പ്രൊസീഡ് വിത്തൗട്ട് എനി ഔട്ട്സൈഡ് ഇന്റർവെൻഷൻ. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ പറയാം. സ്പോണ്ടേനിയസ് പ്രോസസ്, ദി ഗ്യാസ് ഇൻ വെസൽ ബി വിൽ സ്പോണ്ടേനിയസ്ലി എഫ്യൂസ് ഇൻ ടു വെസൽ എ. ഇവിടെ ഇത് സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. ഇവിടെ ഗ്യാസ് ബിയിലെ ഗ്യാസ് എ എന്ന് പറയുന്ന ഇവാക്വേറ്റഡ് ആയിട്ടുള്ള വെസലിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു, അത് സ്പോണ്ടേനിയസ് ആണ്. ദി ഗ്യാസ് ഇൻ വെസൽ ബി വിൽ സ്പോണ്ടേനിയസ്ലി എഫ്യൂസ് into vessel A, but once the gas is in both vessel it will not spontaneously. രണ്ടിലും ഒരുപോലെ ആകുമ്പോൾ പിന്നെ എന്താകുന്നില്ല, സ്പോണ്ടേനിയസ് ആകുന്നില്ല. All processes are reversible. All processes are reversible. Reversible means that it is possible to return system and surrounding into the initial state. എന്നാൽ റിയാലിറ്റിയിൽ എന്താണ്, അത് ഇറിവേഴ്സിബിൾ ആണ്. സ്പോണ്ടേനിയസും ഇവിടെ all processes are reversible ആണ്. എല്ലാ പ്രോസസ്സും റിവേഴ്സിബിൾ ആണ്. റിവേഴ്സിബിൾ മീൻസ് എന്താണ്, ഇറ്റ് ഈസ് പോസിബിൾ ടു റിട്ടേൺ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ടു ദ ഇനീഷ്യൽ സ്റ്റേറ്റ്. എന്നാൽ റിയൽ ആയിട്ട് പറഞ്ഞാൽ എന്താണ് അത് വരുന്നത്, ഇറിവേഴ്സിബിൾ ആയിട്ട് വരുന്നു. A spontaneous process is an irreversible process and may only be reversed by an external agency. ഇവിടെ പലതരത്തിലുള്ള ക്രൈറ്റീരിയാസുകളുണ്ട്. Decrease in the enthalpy, a criteria for spontaneity. Decrease in the enthalpy may be contributory factor for spontaneity. A spontaneous reaction may be fast one but not may be the function of the first one. അതുപോലെ any two gases can combine to form a product but the rate of spontaneity differ from equation to equation. നമ്മുടെ എൻട്രോപ്പിക്ക് ഇവിടെ സ്പോണ്ടേനിയസ് റിയാക്ഷനുമായിട്ട് വളരെ എൻട്രോപ്പിയിൽ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എൻട്രോപ്പിയുടെ ചാർജ് കൂടുന്നു, പോസിറ്റീവ് ആകുന്നു, ഇക്വിലിബ്രിയത്തിൽ 0 ആണ്. എൻട്രോപ്പി ക്യാൻ ബി തോട്ട് ആസ് എ മെഷർ ഓഫ് ദ റാൻഡംനെസ് ഓഫ് എ സിസ്റ്റം. റാൻഡംനെസ് ഓഫ് എ സിസ്റ്റം എൻട്രോപ്പി. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു വേരിയസ് മോഡ്സ് ഓഫ് മോഷൻ ഇൻ മോളിക്യൂള്. ഈ മോളിക്യൂള് ആയിട്ട് എൻട്രോപ്പി വളരെയധികം റിലേഷനാണ്. മോളിക്യൂൾസ് എക്സിബിറ്റ് സെവറൽ ടൈപ്പ് ഓഫ് മോഷൻ. നമുക്കറിയാം സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. സോളിഡിനകത്ത് മോളിക്യൂൾസ് എല്ലാം അടിങ്ങി ഇരിക്കുവാണ്. ലിക്വിഡിനകത്ത് കുറച്ചും കൂടെ ആ ഓർഡർ അങ്ങ് മാറി. ഗ്യാസിനകത്താണ് ഏറ്റവും കൂടുതൽ എൻട്രോപ്പി ഉള്ളത്. അതായത് അതിന്റെ ഓർഡറൊക്കെ അങ്ങ് വളരെയധികം ദൂരത്താണ് പല മോളിക്യൂൾസ് നിൽക്കുന്നത്. അന്നേരം അതിന്റെ ഓർഡർ മാറുന്നുണ്ട്. മോളിക്യൂൾസ് എക്സിബിറ്റ് സെവറൽ ടൈപ്പ് ഓഫ് മോഷൻ. ട്രാൻസ്ലേഷൻ, എന്താണ് ട്രാൻസ്ലേഷൻ? മൂവ്മെന്റ് ഓഫ് ദ എൻറ്റയർ മോളിക്യൂൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതുപോലെ വൈബ്രേഷണൽ, പീരിയോഡിക് മോഷൻ ഓഫ് ആറ്റം വിതിൻ എ മോളിക്യൂൾ. റൊട്ടേഷണൽ, റൊട്ടേഷൻ ഓഫ് ദ മോളിക്യൂൾ ഓൺ അബൌട്ട് ആൻ ആക്സിസ് ഓർ റൊട്ടേഷൻ അബൌട്ട് സിഗ്മ ബോൺസ്. പലതരത്തിലുള്ള മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ആണ് ട്രാൻസ്ലേഷൻ, വൈബ്രേഷൻ ആൻഡ് റൊട്ടേഷണൽ. മോളിക്യൂൾസ് എക്സിബിറ്റ് സെവറൽ ടൈപ്പ് ഓഫ് മോഷൻ. ട്രാൻസ്ലേഷൻ, വൈബ്രേഷണൽ ആൻഡ് റൊട്ടേഷണൽ. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ ഓഫ് ദ മോളിക്യൂൾ ഓൺ അബൌട്ട് ആൻ ആക്സിസ് ഓർ റൊട്ടേഷൻ അബൌട്ട് സിഗ്മ ബോൺസ്. നമ്മളിവിടെ സ്പോണ്ടേനിയസ് പ്രോസസ് എന്താണെന്ന് പഠിച്ചു. എൻട്രോപ്പി എന്ന് പറയുന്നത് എന്താണ്? എൻട്രോപ്പി ഈസ് എ മെഷർ ഓഫ് ഡിസോർഡർ അല്ലേ? അതനുസരിച്ച് നമ്മുടെ തെർമോഡൈനാമിക്കിനെ സെക്കൻഡ് ലോ ഡിറൈവ് ചെയ്യാണ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്, ദ എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് ഇൻക്രീസസ് ഫോർ സ്പോണ്ടേനിയസ് പ്രോസസ്. ദ എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് ഇൻക്രീസസ് ഫോർ സ്പോണ്ടേനിയസ് പ്രോസസ്. സ്പോണ്ടേനിയസ് പ്രോസസ്സിനകത്ത് എൻട്രോപ്പി കൂടുന്നു, ഡിസോർഡർ കൂടുന്നു. The entropy of the universe increases for spontaneous process. Delta S greater than 0. Delta S ന്റെ വാല്യൂ 0ൽ കൂടുതലാണ്, പോസിറ്റീവ് ആകുന്നു. Each system is tended to a randomization. നിങ്ങൾ മനസ്സിലേക്ക് വരിക, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക് എൻട്രോപ്പിയും സ്പോണ്ടേനിയസ് പ്രോസസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുകയാണ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, the entropy of the universe increases for spontaneous process. Okay,
the number of microstates and therefore the entropy tends to increase with increasing temperature, volume, അതുപോലെ the number of independently moving molecules. Entropy tends to increase with the increase in temperature, volume, number of moving molecules. ഇവിടെ നമുക്ക് കാണാം രണ്ട് സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ആണ് ഇവിടെ കാണുന്നത്. Entropy increases when gases are formed from liquids and solid. ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് 3 സ്റ്റേറ്റ് ആണ്. ഗ്യാസസ് ആർ ഫോംഡ് ഫ്രം ലിക്വിഡ്സ് ആൻഡ് സോളിഡില് എൻട്രോപ്പി കൂടുന്നു, അതായത് ഡിസോർഡർ കൂടുക. അതുപോലെ ലിക്വിഡ് ഓർ സൊല്യൂഷൻ ആർ ഫോംഡ് ഫ്രം സോളിഡ്സ്. സോളിഡ്സ് നിന്ന് ലിക്വിഡും സൊല്യൂഷനും ഫോം ചെയ്യുമ്പോൾ അത് കൂടുന്നു. നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഇൻക്രീസസ്, നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസസ്. ഇവിടെ എല്ലാം എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്നു. Entropy increases with the freedom of motion of molecules. Therefore, ഗ്യാസിന്റെ എൻട്രോപ്പിയാണ് ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞ് ലിക്വിഡ്, ഏറ്റവും കുറവാണ് സോളിഡ്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്കൂടെ നമുക്കൊന്ന് നോക്കിപ്പോകാം. The entropy of a pure crystalline substance at absolute zero is zero. ഒരു പ്യൂർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ആണ്, അവിടെ അതിന്റെ എൻട്രോപ്പി അബ്സല്യൂട്ട് സീറോയ്ക്കകത്ത് 0 ആണ് വരുന്നത്. 0. The entropy of pure crystalline substance at absolute zero is 0. Okay? ഇതാണ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്. അബ്സല്യൂട്ട് സീറോയ്ക്കകത്ത് ഒരു പ്യുവർ ക്രിസ്റ്റലൈൻ്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമുക്കിവിടെ കാണാം ടെമ്പറേച്ചർ എക്സ് ആക്സിനകത്ത്, വൈ ആക്സിനകത്ത് എൻട്രോപ്പി. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എൻട്രോപ്പി ഇവിടെ കൂടി വരുന്നു. സ്റ്റേറ്റ് സോളിഡ് സ്റ്റേറ്റിനകത്ത് ഏറ്റവും കുറവാണ് എൻട്രോപ്പി, ലിക്വിഡ് സ്റ്റേറ്റിൽ അതിനേക്കാളും കൂടി, ഗ്യാസ് സ്റ്റേറ്റിനകത്ത് ഏറ്റവും കൂടുതലാണ് എൻട്രോപ്പിയുടെ അവസ്ഥ. എൻട്രോപ്പി ചേഞ്ചസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എൻട്രോപ്പി ചേഞ്ചസ് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. ഡെൽറ്റ എസ് എന്താണ്? ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും ആശ്രയിച്ചാണ് അതിന്റെ വാല്യൂ ഇരിക്കുന്നത്. എൻട്രോപ്പി ചേഞ്ചസ് ഫോർ എ റിയാക്ഷൻ ക്യാൻ ബി കാൽക്കുലേറ്റ് ദ സെയിം ഡെൽറ്റ എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു enthalpy of product minus enthalpy of a reactants. Enthalpy of product minus enthalpy of reactants. Okay. In case of endothermic reaction, heat evolved will be large. Endothermic reaction ഉണ്ട്, exothermic reaction ഉണ്ട്. Endothermic reaction at the heat evolved will be large and positive, where in case of exothermic reaction, heat evolved will be small and negative. എക്സോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞു, എൻഡോ എന്ന് കേൾക്കുമ്പോൾ പോസിറ്റീവ് എന്ന് പറഞ്ഞു. Therefore, depending upon the temperature and other factors like internal energy, entropy change and rate of kinetic diffusion, the entropy change is determined. Entropy change determine ചെയ്യാനുള്ള ഇതാണ് നമ്മളിപ്പം കണ്ടത്. സ്പോണ്ടേനിയസ് പ്രോസസ്സും എൻട്രോപ്പിയെ പറ്റിയാണ് അല്ലേ? എന്താണ് സ്പോണ്ടേനിയസ് പ്രോസസ്സ്? പ്രോസസ് which has a natural tendency to occur. Process which has a natural tendency to occur. Rusting ഒക്കെ എന്താണ്? സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. അതുപോലെ ഇവാപറേഷൻ ഓഫ് വാട്ടർ ഇൻ വെസൽ, ഡിസൊല്യൂഷൻ ഓഫ് സോൾട്ട് ഇൻ വാട്ടർ, ഇതെല്ലാം സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. എ പ്രോസസ് ടേക്ക് പ്ലേസ് സ്പോണ്ടേനിയസ്ലി ടു അക്വയർ മിനിമം എനർജി ആൻഡ് മാക്സിമം റാൻഡംസ്. അന്നേരം അടുത്ത ഒരു കൺസെപ്റ്റ് വരികയാണ് എൻട്രോപ്പി. സ്പോണ്ടേനിയസ് പ്രോസസ്സിന്റെ ഒരു എൻട്രോപ്പി എന്നൊരു ഫാക്ടർ. പ്രോപ്പർട്ടി ഓഫ് സിസ്റ്റം വിച്ച് മെഷർ ഡിസോർഡർ. പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം വിച്ച് മെഷർ ഡിസോർഡർ. എൻട്രോപ്പി എന്നാൽ എന്തെന്ന് നിങ്ങളോട് ഡെഫിനിഷൻ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട കാര്യം ഇതാണ്. എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം വിച്ച് മെഷർ ഡിസോർഡർ. ഓക്കെ, വിച്ച് മെഷർ ഡിസോർഡർ ഓർ റാൻഡംനെസ്. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ഡെൽറ്റ എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ റിവേഴ്സിബിൾ ബൈ ടി. നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ചോദിക്കുവാണ് എൻട്രോപ്പി കണ്ടുപിടിക്കാൻ. ക്യൂവും ടിയും തന്നാൽ നമുക്ക് പറയാം ഡെൽറ്റ എസ് ചേഞ്ച് ഇൻ എൻട്രോപ്പി ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ റിവേഴ്സിബിൾ ബൈ ടി. ക്യൂ റിവേഴ്സിബിൾ ബൈ ടി എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അതാണ് എൻട്രോപ്പി. സോളിഡ് സ്റ്റേറ്റ് ഹാസ് ലോ എൻട്രോപ്പി ആൻഡ് വേപ്പർ സ്റ്റേറ്റ് ഹാസ് എ ഹൈ എൻട്രോപ്പി. സോളിഡിന് ഏറ്റവും ലോവർ എൻട്രോപ്പിയും ഗ്യാഷ്യസ് സ്റ്റേറ്റ് വാതകാവസ്ഥയിലാണ് എൻട്രോപ്പി ഏറ്റവും കൂടുതലും കാണപ്പെടുന്നത്. ഇത്രയും കാര്യമാണ് നമ്മൾ സ്പോണ്ടേനിയസ് പ്രോസസ്സും എൻട്രോപ്പിയും തമ്മിലുള്ള ബന്ധം പഠിച്ചത്. ഓക്കെ, എൻട്രോപ്പി. The second law of thermodynamics, the entropy of universe increases in the course of a very spontaneous change. Spontaneous process in the entropy of universe increases.
Okay, entropy increases in the spontaneous process. Okay, ഇതാണ് second law of thermodynamics. Second law of thermodynamics. Spontaneity എൻട്രോപ്പിയും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. സ്പോണ്ടേനിയസ് പ്രോസസ്സിനകത്ത് എൻട്രോപ്പിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. എൻട്രോപ്പി ഇൻക്രീസസ്. ഇനി അടുത്ത സ്പോണ്ടേനിയസ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത തെർമോഡൈനാമിക് ഫംഗ്ഷനാണ് ഗിബ്സ് എനർജി. ഗിബ്സ് എനർജി എന്താണ്? ഗിബ്സ് എനർജി നമുക്ക് നോക്കാം. ഗിബ്സ് എനർജി റെപ്രസെന്റ് ചെയ്യുന്നത് ജി എന്ന സിമ്പിൾ വെച്ചാണ്. എൻട്രോപ്പി എങ്ങനെയായിരുന്നു? എസ് എന്ന സിമ്പിൾ വെച്ചാണ്. എസ്. Gibbs energy is the maximum amount of energy which can be converted into useful work. Maximum amount of energy ആണ് which can be converted into useful work. Maximum amount of energyനെ നമ്മൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ഗിബ്സ് എനർജി. ഗിബ്സ് എനർജി റെപ്രസെന്റ് ചെയ്യുന്നത് ജി എന്ന സിമ്പിൾ വെച്ചാണ്. ജി ദാറ്റ് ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ്. ഈ എച്ച് മൈനസ് ടി എസ് ഇതിനകത്ത് ഈ ഇക്വേഷനകത്ത് എല്ലാവരെയും നമുക്കിപ്പം അറിയാൻ പറ്റും. എച്ച് എന്താണ്? എൻതാൽപ്പി. ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. എസ് എന്ന് പറഞ്ഞാലോ എൻട്രോപ്പി. ജി ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ്. ഡെൽറ്റ ജി ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇതിനെയാണ് പറയുന്നത് ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ. ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഗിബ്സ് എനർജിയും എൻതാൽപ്പിയും എൻട്രോപ്പിയും തമ്മിലുള്ള ബന്ധമാണ്. ഇവർ തമ്മിൽ നല്ല റിലേഷനാണ്, കസിൻസാണ്. അതായത് Gibbs energy G that is equal to H minus Ts. What is G? Gibbs energy H enthalpy, T temperature, S entropy. ഇത് നമ്മുടെ സ്റ്റേറ്റ് ഫംഗ്ഷനാണ് ഇവർ മൂന്ന് പേരും. അതുകൊണ്ട് നമ്മൾ ഡെൽറ്റ ജി കണ്ടുപിടിക്കാൻ വേണ്ടി ഡെൽറ്റ ജി ദാറ്റ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഈ ഇക്വേഷനാണ് പറയുന്നത് ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ. ഇമ്പോർട്ടന്റ് ആണ് ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ. Gibbs energy and spontaneity. We know that nor increase nor decrease in the entropy of a substance can determine the spontaneity of the process. For this, we determine a new thermodynamic function called the Gibbs energy. പുതിയൊരു thermodynamic function ആണ് Gibbs energy G that is equal to H minus Ts. Gibbs is an extensive property and a state function. Gibbs energyയുടെ ഗുണഗണങ്ങൾ പറയാണ്. ഇതൊരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ? ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും ആശ്രയിച്ചാണ് ഗിബ്സ് എനർജി നിൽക്കുന്നത്. അതുപോലെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അതിന്റെ ഈ ഗിബ്സ് എനർജി അതിന്റെ എമൗണ്ടിനെ ആശ്രയിച്ചിരിക്കുന്നു. അതാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. Therefore, the change in the Gibbs energy for a system is defined as follows: delta G system that is equal to delta H system minus T delta S minus S system into delta T. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ എഴുതാം. ഡെൽറ്റ ജി ദാറ്റ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇതാണ് ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ. ഡെൽറ്റ ജി ദാറ്റ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ദി ഗിബ്സ് എനർജി ചേഞ്ച്. ഗിബ്സ് എനർജി ചേഞ്ച് ആണ് ഡെൽറ്റ ജി ദാറ്റ് ഇസ് ഈക്വൽ ടു എൻതാൽപ്പി ചേഞ്ച്. എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് മൈനസ് ടെമ്പറേച്ചർ. എന്താണ് ടെമ്പറേച്ചർ? ടി എന്ന സിമ്പിൾ ആണ്. ടി ഇൻറ്റു entropy change. Entropy change ആണ് delta S and is therefore referred to as Gibbs equation. നമ്മളിവിടെ Gibbs equation എന്ന് പറയുന്നതാണ് delta G that is equal to delta H minus T into delta S എന്ന് പറയുന്നത്. Gibbs energy SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. ജൂൾസിലാണ് Gibbs energy നമ്മൾ പറയുന്നത്. ഇവിടെ ഫ്രീ എനർജി ചേഞ്ച് ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. delta G that is equal to delta H minus T delta S. This equation shows how delta G എന്താണ്? free energy changes with the temperature. ഇവിടെ എൻട്രോപ്പിയും ചേഞ്ച് ഇൻ എൻതാൽപ്പിയും are independent of a temperature. Free energy and temperature. There are two parts of the free energy equation. ഏതാണ് free energy equation? delta G that is equal to delta H minus T delta S. Delta H is the enthalpy term, T delta is the entropy term. The temperature depends of free energy comes from the entropy term. ഇവിടെ ഫ്രീ എനർജിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? ടി ഡെൽറ്റ എസ് എന്നുള്ള ടേമിലാണ് വരുന്നത്. ടി ഡെൽറ്റ എസ്. ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സിനകത്ത് എപ്പോഴും സീറോയേക്കാൾ കൂടുതലായിരിക്കും ചേഞ്ച് ഇൻ എൻട്രോപ്പി. ചേഞ്ച് ഇൻ എൻട്രോപ്പി ഡെൽറ്റ എസ് ടോട്ടൽ is greater than 0. Therefore, T delta S system minus delta S system greater than 0. Therefore, we can write minus delta G or
ഡെൽറ്റ ജി ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് പറയുന്നത് സീറോയെക്കാളും കുറവായിരിക്കും. സീറോയെക്കാളും കുറവായിരിക്കും എന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഡെൽറ്റ ജി ഇസ് ദ നെറ്റ് എനർജി അവൈലബിൾ ടു ഡു യൂസ്ഫുൾ വർക്ക്. എന്നിട്ട് നിങ്ങളുടെ മനസ്സിലോട്ട് വരണം, എന്താണ് ഗിബ്സ് ഫ്രീ എനർജി? ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറഞ്ഞാൽ എനർജി അവൈലബിൾ ടു ഡു യൂസ്ഫുൾ വർക്ക്, ടു ഡു യൂസ്ഫുൾ വർക്ക് ആൻഡ് ദസ് ടു മെഷർ ടു ഡു യൂസ്ഫുൾ വർക്ക് ആൻഡ് ദസ് എ മെഷർ ഓഫ് ഫ്രീ എനർജി. ഏറ്റവും മാക്സ് യൂസ്ഫുൾ വർക്ക് ചെയ്യാനുള്ള എനർജിനെയാണ് എന്ത് പറയുന്നത്? ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത്. Delta G give a criteria for spontaneity at constant pressure and temperature. Spontaneous process ആണെങ്കിൽ ഡെൽറ്റ ജിയുടെ വാല്യൂ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആണെന്നുള്ള ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ സിമ്പിൾ വെച്ച് നോക്കിക്കേ, സീറോയെക്കാളും കുറവായിരിക്കും ഡെൽറ്റ ജി. സീറോ ഇപ്പം നടുക്ക് നിൽക്കുക, ഡെൽറ്റ ഇവിടെ സീറോ നടുക്ക് നിൽക്കുകയാണെങ്കിൽ ലെഫ്റ്റ് നെഗറ്റീവും പോസിറ്റീവും അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്നത് അല്ലേ. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ ആ സ്പോണ്ടേനിയസ് പ്രോസസ് ആയിരിക്കും. ഇനി ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും പ്രോസസ്സ്? നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇത് കാണാതെ പഠിക്കുക. ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സിനകത്ത് ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും, നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സിനകത്ത് ഡെൽറ്റ ജിയുടെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഡെൽറ്റ ജി ഈസ് സീറോ. ഡെൽറ്റ ജി ഈസ് എ സീറോ. ദ സിസ്റ്റം ഈസ് അറ്റ് ഇക്വിലിബ്രിയം. സോ ഡെൽറ്റ ജി മസ്റ്റ് ബി റിലേറ്റഡ് ടു ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് കെ. ആ കെയുമായിട്ട് ഗിബ്സ് ഫ്രീ എനർജി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡെൽറ്റ ജി കാരണം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഡെൽറ്റ ജിയുടെ വാല്യൂ സീറോ ആയിരിക്കും. ഓക്കെ, നമ്മളിപ്പം സ്പോണ്ടേനിയസ് പ്രോസസ് ആണെങ്കിൽ ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ്, നോൺ സ്പോണ്ടേനിയസ് ആണെങ്കിൽ ഡെൽറ്റ ജിയുടെ വാല്യൂ പോസിറ്റീവ്, ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ സീറോ ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുമായിട്ട് ദ റിലേഷൻ ഡെൽറ്റ ജി ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ആർ ടി എൽ എൻ കെ. മൈനസ് ആർ എന്ന് പറഞ്ഞാൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടി ടെമ്പറേച്ചർ, നാച്ചുറൽ ലോഗരിതം ടു ദ ബേസ് ഇ ഇൻറ്റു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് കെ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. എന്നിട്ട് ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക, ഡെൽറ്റ ജി ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ആർ ടി എൽ എൻ കെ. ഗിബ്സ് എനർജി ചേഞ്ച് ആൻഡ് ഇക്വിലിബ്രിയം. എ പ്ലസ് ബി ഗീവ് സി പ്ലസ് ഡി. ഡെൽറ്റ ജി സീറോ ആവുകയാണെങ്കിൽ അവിടെ അത് ഇക്വിലിബ്രിയത്തിലാണ്. ഗിബ്സ് എനർജി ഫോർ എ റിയാക്ഷൻ ഇൻ വിച്ച് ഓൾ റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് ആർ ഇൻ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. ഡെൽറ്റ ജി ഈക്വൽ സീറോ ഇസ് റിലേറ്റഡ് ടു ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ദ റിയാക്ഷൻ. ഇവിടെ നമുക്ക് എഴുതാം സീറോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ജി പ്ലസ് ആർ ടി എൽ എൻ കെ ഓർ ഡെൽറ്റ ജി ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ആർ ടി എൽ എൻ കെ. നമ്മൾ ആ നാച്ചുറൽ ലോഗരിതത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് അതിന് 2.303 കൊണ്ട് ഗുണിച്ചാൽ മതി. ഡെൽറ്റ ജി ദാറ്റ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ആണെങ്കിൽ മൈനസ് 2.303 ആർ ടി ലോഗ് കെ, മൈനസ് 2.303 ആർ ടി ലോഗ് കെ എന്നുള്ള ഇക്വേഷൻ എത്തി. ഡെൽറ്റ ജി ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2.303 ആർ ടി ലോഗ് കെ. ഓക്കെ, ഇതാണ് ഇക്വിലിബ്രിയവും ഗിബ്സ് എനർജിയും തമ്മിലുള്ള റിലേഷൻ. It is possible to estimate the value of delta G from the measurement of delta H and delta S standard state and then calculate the value of equilibrium constant at any temperature for economic yield of product. If equilibrium constant is measured directly in the laboratory and value of delta G gives energy at any other temperature can be calculated. നമുക്കിത് റിലേഷൻ ഉള്ളതുകൊണ്ട് ഏത് വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പോൾ റിയാക്ഷൻ ഹാസ് പോസിറ്റീവ് എൻതാൽപ്പി ചേഞ്ച് and positive entropy change, it can be spontaneous. നമ്മുടെ ഡെൽറ്റ ജി ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്നുള്ള ഇക്വേഷൻ വെച്ച് നമുക്ക് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ് അല്ലേ. If a reaction has positive enthalpy change and positive entropy change, it can be spontaneous when T delta is large. Condition പറയുകയാണ് criteria to outweigh delta H. This can be happen in two ways. രണ്ട് തരത്തിൽ നടക്കാം. The positive entropy change of the system can be small in which temperature can be large. Positive entropy change of the system can be small in which the temperature can be large. അതുപോലെ the positive entropy change of the system can be large in which case temperature can be small. നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്പോണ്ടേനിയസ് പ്രോസസ്സും ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ചും തമ്മിലുള്ള റിലേഷനാണ്. ഈ സ്പോണ്ടേനിയസ് പ്രോസസ്സിനകത്ത് ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കും, നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സിനകത്ത് ഡെൽറ്റ ജി പോസിറ്റീവ് ആയിരിക്കും, ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഡെൽറ്റ ജി സീറോ ആയിരിക്കും. ഈ കണ്ടീഷൻ 3 ഓർത്തിരിക്കുക. ഓക്കെ, കണ്ടീഷൻ ഫോർ സ്പോണ്ടേനിയസ് പ്രോസസ്സിനകത്ത് ഡെൽറ്റ ജി ആയിട്ടുള്ള റിലേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്കത് കാണാതെ പഠിക്കണം, എളുപ്പമാണ്.
അതുപോലെ കണ്ടീഷൻ ഫോർ ഡെൽറ്റ ജി ടു ബി നെഗറ്റീവ് ആകണമെങ്കിൽ കണ്ടീഷൻസ് ഉണ്ട്. എന്താ ഇക്വേഷൻ? ഡെൽറ്റ ജി ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഈ ഡെൽറ്റ ജിയുടെ വാല്യൂ ആരുമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ചേഞ്ച് ഇൻ എൻതാൽപ്പി, അതുപോലെ ടെമ്പറേച്ചർ, അതുപോലെ എൻട്രോപ്പി. എൻതാൽപ്പിയും എൻട്രോപ്പിയുമായിട്ടും ടെമ്പറേച്ചറുമായിട്ടും ഡെൽറ്റ ജിയുടെ വാല്യൂ റിലേറ്റ് ചെയ്തിരിക്കുന്നു. There can be different condition under which delta G would be negative. നമുക്ക് നമ്മുടെ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആകണമെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആകണം. ആ ഡെൽറ്റ ജി നെഗറ്റീവ് ആകണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ക്രൈറ്റീരിയ ഉണ്ട്. അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. When delta H is negative and delta S is positive, delta G will be negative. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽറ്റ ജി ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആകുന്നത് എപ്പോഴൊക്കെയാണ്? വെൻ ഡെൽറ്റ എച്ച് ഇസ് നെഗറ്റീവ് ആൻഡ് ഡെൽറ്റ എസ് ഇസ് പോസിറ്റീവ്. ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്, സ്പോണ്ടേനിയസ് പ്രോസസ് നമുക്കറിയാം, സാധാരണ കണ്ടീഷനാണ്. അതുപോലെ ഡെൽറ്റ എച്ച് നെഗറ്റീവും ആണ്, ഡെൽറ്റ എസ് പോസിറ്റീവും ആവുകയാണെങ്കിൽ ഡെൽറ്റ ജി വിൽ ബി നെഗറ്റീവ്. സാധാരണ കേസിൽ അത് ഡെൽറ്റ ജി നെഗറ്റീവ് ആകും. ഓക്കെ, അടുത്ത കേസാണ് വെൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ എസ് ആർ നെഗറ്റീവ്. ഇവിടെ ഒരു പ്രത്യേകത സംഭവിച്ചിരിക്കുന്നു, ഡെൽറ്റ എസ് നെഗറ്റീവ് ആണെന്ന്. നമ്മൾ പഠിച്ചിരിക്കുന്ന സ്പോണ്ടേനിയസ് പ്രോസസ്സിനകത്ത് ഡെൽറ്റ എസ് എന്താണ് വേണ്ടത്? പോസിറ്റീവ് എന്നാണ്. ഡെൽറ്റ ജി ക്യാൻ ബി നെഗറ്റീവ് ആകാം എപ്പോഴാണ്? ഓൺലി വെൻ ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ ടി ഡെൽറ്റ എസ്. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ ടി ഡെൽറ്റ എസിന്റെ വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം, കൂടുതലായാൽ അവിടെ ആ ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ്, നിങ്ങൾ ഓർത്തിരിക്കുക. ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ എസ് ആർ നെഗറ്റീവ് ആകുന്ന കേസിനകത്ത് ഡെൽറ്റ ജി നെഗറ്റീവ് ആകാം. എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ ടി ഡെൽറ്റ എസ്. ഇത് നടക്കുന്നത് അറ്റ് ലോ ടെമ്പറേച്ചറിലേ നടക്കത്തുള്ളൂ. അറ്റ് ലോ ടെമ്പറേച്ചർ നടക്കുന്ന പ്രോസസ്സാണ്. ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും നെഗറ്റീവ് ആകുമ്പോൾ ഡെൽറ്റ ജി നെഗറ്റീവ് ആകാം. അവിടെ സംഭവിക്കുന്നത് ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ ടി ഡെൽറ്റ എസ്. ഓക്കെ, അതൊരു കണ്ടീഷൻ. അടുത്ത കണ്ടീഷൻ ഡെൽറ്റ ജി നെഗറ്റീവ് ആകണമെങ്കിൽ വെൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ എസ് ആർ പോസിറ്റീവ്. ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ എസ് ആർ പോസിറ്റീവ്. ഡെൽറ്റ എസ് പോസിറ്റീവ് ഓക്കെ, പക്ഷെ ഡെൽറ്റ എച്ച് ഇവിടെ നെഗറ്റീവ് ആണ്. അന്നേരം ഇവിടെ നമ്മളിവിടെ വന്നിരിക്കുന്നത് കണ്ടീഷൻ വന്നിരിക്കാൻ ഡെൽറ്റ എച്ചും ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഡെൽറ്റ ജി ക്യാൻ ബി നെഗറ്റീവ് ആകാം. എപ്പോഴാണ്? ഓൺലി വെൻ ഡെൽറ്റ എച്ച് ലെസ് ദാൻ ടി ഡെൽറ്റ എസ്. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ ലെസ് ദാൻ ടി ഡെൽറ്റ എസ് ആയിരിക്കണം അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഇവിടുത്തെ ക്രൈറ്റീരിയ വന്നിരിക്കുന്നു, ഹൈ ടെമ്പറേച്ചറിനകത്ത് ഡെൽറ്റ എച്ചിന്റെ വാല്യൂ ലെസ് ദാൻ ടി ഡെൽറ്റ എസ്. അപ്പോൾ ഡെൽറ്റ ജി എന്തായി വരാം? നെഗറ്റീവായിട്ട് വരാൻ സാധിക്കും. നമ്മൾ പല പല കണ്ടീഷൻസ് ആണ് പഠിക്കുന്നത്. നമ്മുടെ അൾട്ടിമേറ്റ് എയിം ഇത്രമേ ഉള്ളൂ, ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആകണം. അല്ല ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും പലതരത്തിലുള്ള വാല്യൂസ് ഇവിടെ കാണിക്കുന്നു. ഇനി അടുത്ത ലാസ്റ്റത്തെ കണ്ടീഷനാണ് when delta H is positive and delta S negative, delta G will be positive. അങ്ങനെ ഒരു കണ്ടീഷൻ വന്നാൽ ഡെൽറ്റ ജി എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആയാൽ എന്താ സംഭവിക്കുന്നത്? അത് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. ഏത് കണ്ടീഷനാണ്? ചേഞ്ച് ഇൻ എൻതാൽപ്പിയും പോസിറ്റീവ്, ചേഞ്ച് ഇൻ എൻട്രോപ്പിയും നെഗറ്റീവ്. ചേഞ്ച് ഇൻ എൻട്രോപ്പി നെഗറ്റീവ്, ഓപ്പോസിറ്റ് വന്നിരിക്കുക അല്ലെ. എൻട്രോപ്പി നെഗറ്റീവ് വന്നു, അതുപോലെ ചേഞ്ച് ഇൻ എൻതാൽപ്പി പോസിറ്റീവ് വന്നാൽ ഡെൽറ്റ ജി വിൽ ബി പോസിറ്റീവ്. ഓക്കെ, ഈ കണ്ടീഷൻസ് നമുക്ക് നോക്കാം. നമ്മുടെ കണ്ടീഷൻ എന്താണ്? ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷനകത്ത് ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് വന്നാൽ സ്പോണ്ടേനിയസ് പ്രോസസ് ആകും. സ്പോണ്ടേനിയസ് പ്രോസസ് ആകുമ്പോൾ when delta H is negative and delta S positive, delta G will be negative. ഓക്കെ, അത് സാറ്റിസ്ഫൈ ചെയ്ത കണ്ടീഷനാണ്. രണ്ടാമത്തെ കണ്ടീഷൻ when delta H and delta S are negative. ഡെൽറ്റ എച്ചിന്റെ വാല്യൂവും ഡെൽറ്റ എസിന്റെ വാല്യൂവും നെഗറ്റീവ് ആണ്. അങ്ങനെയുള്ള കണ്ടീഷനകത്ത് ഡെൽറ്റ ജി ക്യാൻ ബി നെഗറ്റീവ്. എപ്പോഴാണ്? ഓൺലി വെൻ ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ ടി ഡെൽറ്റ എസ്. ടി ഡെൽറ്റ എസിനേക്കാളും കൂടുതലായിട്ട് വാല്യൂ ഡെൽറ്റ എച്ചിന് വരുവാണെങ്കിൽ അത് കണ്ടീഷൻ നടക്കണമെങ്കിൽ അറ്റ് ലോ ടെമ്പറേച്ചറാണ് നടക്കത്തുള്ളൂ, അറ്റ് ലോ ടെമ്പറേച്ചർ. ഇനി അടുത്ത കണ്ടീഷനാണ് ഡെൽറ്റ ജി നെഗറ്റീവ് ആകാം. എപ്പോഴാന്ന് ചോദിച്ചാൽ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ എസ് ആർ പോസിറ്റീവ്. അതിന്റെ കണ്ടീഷൻ വെൻ ഡെൽറ്റ എച്ച് ലെസ് ദാൻ ടി ഡെൽറ്റ എസ്. വെൻ ഡെൽറ്റ എച്ച് ലെസ് ദാൻ ടി ഡെൽറ്റ എസ് ആകണം. അത് എപ്പോഴാണ് നടക്കുന്നത്? ഹൈ ടെമ്പറേച്ചറിലാണ്. ഹൈ ടെമ്പറേച്ചർ. ഈ കണ്ടീഷൻസ് നിങ്ങൾ എഴുതി പഠിക്കണം, എങ്കിലും ഇത് മനസ്സിലാകത്തുള്ളൂ.
ലാസ്റ്റത്തെ നമുക്ക് പറയാം അത് സ്പോണ്ടേനിയസ് പ്രോസസ് അല്ല, നോൺ സ്പോണ്ടേനിയസ് ആണ്. കാരണം ഡെൽറ്റ എച്ച് ഇസ് പോസിറ്റീവും ഡെൽറ്റ എസ് നെഗറ്റീവും വന്നു, ഡെൽറ്റ ജി വിൽ ബി പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പഠിച്ചത് എൻട്രോപ്പി, ഗിബ്സ് ഫ്രീ എനർജി, അത് സ്പോണ്ടേനിയസ് പ്രോസസ്സുമായിട്ടുള്ള റിലേഷൻ അല്ലേ, ഇതാണ് പഠിച്ചത്. നിങ്ങൾ NCERT ടെക്സ്റ്റ് വായിക്കുക, അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.